വെറും $150 കൊണ്ട് ഓസ്ട്രേലിയ ടു യൂറോപ്പ് രണ്ടുപേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്തെന്നുള്ള കഥകളാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഇതൊരു ക്ലിക്ക് ബേറ്റേ അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം. ഇതിൻ്റെ എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞങ്ങൾ എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുള്ള കഥകളും കേൾക്കാനായിട്ട് ബാ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് പോയ യൂറോപ്പ് ട്രിപ്പിൻ്റെ കഥകളാട്ടോ പറയുന്നത്. അതിൻ്റെ വീഡിയോ, അതിൻ്റെ സീരീസ് ഇപ്പം ഞാൻ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാരീസിൻ്റെ 2 വ്ളോഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബെൽജിയം പോയതിൻ്റെ വ്ളോഗ് ഇതാ വരുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അത് വരും. അപ്പോൾ ഈ ട്രിപ്പൊക്കെ എങ്ങനെയാണ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും $150, നേരത്തെ പറഞ്ഞ പോലെ വെറും $150 ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളൂ. അത് $150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 8,500 രൂപ, വെറും 8,500 റുപ്പീസാണ് ഞങ്ങൾക്ക് ചിലവായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾ പാരീസിലോട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പിന്നെ തിരിച്ച് പാരീസ് ടു ഓസ്ട്രേലിയ, ഈ ടു ആൻഡ് ഫ്രോ ഉള്ള ടിക്കറ്റാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറേ പേർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. ക്രെഡിറ്റ് കാർഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തത്. ഇത് ഈ വീഡിയോ അറിയാത്തവർക്ക് ഉപകാരമായിരിക്കും, അറിയുന്നവർക്ക് ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അതവർക്ക് അറിയുന്നൊരു കാര്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എടുത്ത കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമെക്സിൻ്റെ വെലോസിറ്റി പ്ലാറ്റിനം കാർഡാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ കാർഡ് അമെക്സിൻ്റെ വെലോസിറ്റി പ്ലാറ്റിനം കാർഡ്, ഈ വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രോമിനൻറ്റ് എയർലൈൻസ് ആണ് വെർജിൻ ഓസ്ട്രേലിയ. ബ്രിട്ടീഷ് കമ്പനിയാണ്, പക്ഷേ ഓസ്ട്രേലിയയിൽ നല്ല പ്രോമിനൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഫ്ലൈങ് പോയിന്റ്സ് ആണ് വെലോസിറ്റി. അപ്പോൾ ഈ എംഎക്സിന് വെലോസിറ്റി ആയിട്ട് ടൈ അപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ കാർഡിൻ്റെ പേര്, എംഎക്സ് വെലോസിറ്റി പ്ലാറ്റിനം കാർഡ്. നമ്മൾ ഈ കാർഡ് എടുത്ത് 1 വർഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മെയ്യിലെടുത്തത്. ആ ഒരു വർഷം തികയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റി. അപ്പോൾ എങ്ങനെ ഞങ്ങൾ പോയിന്റ്സ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അന്ന് ഞങ്ങളിത് എടുക്കുന്ന സമയത്ത് ഒരു ജോയിനിങ് ഓഫർ ഉണ്ടായിരുന്നു. നമ്മളിത് കാർഡ് മേടിച്ചിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെമ്പറായിട്ട് കാർഡ് മേടിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ 3 മാസം കൊണ്ട് $6,000 നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവർ 110K പ്ലസ് ഒരു 30K ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 140K പോയിന്റ്സ് നമുക്ക് റിലീസ് ചെയ്ത് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് നമുക്ക് ക്രെഡിറ്റ് ആവും. പോയിന്റ്സ് ആണ് 110K ആണ്, 110K പ്ലസ് 30, അപ്പോൾ 140K പോയിന്റ്സ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കാർഡ് എടുത്തത്. പിന്നെ പക്ഷേ ഇതിനകത്ത് ഇവരുടെ ആനുവൽ ചാർജ്, എംഎക്സിൻ്റെ ആനുവൽ ചാർജ് ഭയങ്കര കൂടുതലാണ്. അത് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആനുവൽ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു $440 വരും ഒരു ഇയർ. പക്ഷെ നമ്മളത് കൊടുക്കാൻ റെഡിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാം, ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യാം, അങ്ങനെ പല ഇതും ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് വെലോസിറ്റി പോയിന്റ്സ് വേറെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടിയ പോയിന്റ്സുമായിട്ട് നമുക്കത് കമ്പൈനും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ, അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരു 140K നമുക്ക് ജോയിനിങ്ങിൻ്റെ സമയത്തല്ല, ഈ ഒരു 3 മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതെങ്ങനെ ഇത്രയും സ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുന്നേ വേറൊരു കാര്യം പറയാം. ഞാൻ മാത്രമല്ല ഈ കാർഡ് എടുത്തത്, ഞങ്ങൾ 2 പേരും എടുത്തു. ഞാനും എൻ്റെ ഹസ്ബൻഡ് അശ്വിനും ഞങ്ങൾ 2 പേരും ഈ കാർഡ് എടുത്തു. കാരണം ട്രാവൽ ചെയ്യുക എന്നുള്ള ആയിരുന്നു നമ്മുടെ അജണ്ട. അപ്പോൾ അതിനകത്ത് ഒരാളുടെ പോയിന്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ 2 പേരും അറ്റ് ദ സെയിം ടൈം ഈ കാർഡ് എടുത്തു. 2 കാർഡിൽ ഞങ്ങൾ 3 മാസം കൊണ്ട് ഇത്രയും നമുക്ക് സ്പെൻഡ് ചെയ്യണമല്ലോ. അത് കുറച്ച് ഒരു ചലഞ്ചിങ് സാധനമാണ്. അപ്പം ഞങ്ങളതെങ്ങനെ അച്ചീവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ ചിലവുകൾ, പിന്നെ അല്ലാണ്ടുള്ള പേഴ്സണൽ ചിലവുകളെല്ലാം നമ്മൾ ക്രെഡിറ്റ് കാർഡിലോട്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസേജ് കുറച്ചിട്ട് എല്ലാം ക്രെഡിറ്റ് കാർഡിലോട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ക്രെഡിറ്റ് കാർഡാണ് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നാലും ഈ ഒരു $6,000 ഒരു 3 മാസം കൊണ്ട് ഒരു കാർഡിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാർഡും അങ്ങനെ ചെയ്യണം, അച്ചീവ് ചെയ്യുന്നുള്ള പിന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ റെൻറ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഫുള്ളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ആവുന്നവരെ
അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കാൻ തുടങ്ങി. അത് അങ്ങനെ ഒരു പോർട്ടലുണ്ട് ഇവരുടെ. നമുക്ക് റെൻറ്റ് ഓട്ടോ ഡെബിറ്റ് ആണല്ലോ ചെയ്യുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിൽ വീക്ക്ലി ആണ് റെൻറ്റ് പോകുന്നത്. അത് ഓട്ടോ ഡെബിറ്റാണ്. നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടാണ് കൊടുക്കുന്നത് അവിടുന്ന് ഓട്ടോ ഡെബിറ്റാണ് പോകാറ്. അങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാം. നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ഡെബിറ്റ് കാർഡിൻ്റെ സ്ഥാനത്ത് ക്രെഡിറ്റ് കാർഡാക്കി. പക്ഷെ അതിനൊരു ചെറിയൊരു എക്സ്ട്രാ ഫീ എങ്ങാണ്ടോ ഉണ്ടായിരുന്നു ഓരോ വട്ടം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൊടുക്കുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഒരു $5 $7 എങ്ങാണ്ടോ ഒരു എക്സ്ട്രാ ഫീ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു ഡൗൺ സൈഡ്. എന്നാലും അത് വലിയ ഡൗൺ സൈഡ് അല്ല. നമ്മൾ ഈ കിട്ടുന്ന പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ വലിയ ഡൗൺ സൈഡ് അല്ല. അപ്പോൾ നമ്മൾ ഗ്രോസറീസ്, റെൻറ്റ്, പേഴ്സണൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 മാസം കൊണ്ട് 2 കാർഡിലും $6000 വെച്ചിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് അവൈലബിൾ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്പിനകത്ത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ കൂടുതലായിട്ടും ഈ കാർഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും 140K ഇപ്പോൾ എൻ്റെ കാർഡ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 140K എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,40,000 പോയിന്റ്സ് വെലോസിറ്റി പോയിന്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു. കാരണം പിന്നെയുള്ള സ്പെൻഡിങ്സ് ഒക്കെ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡാക്കി. പിന്നെ ഞങ്ങൾ റെൻറ്റ് കൊടുത്തിട്ടില്ല. അല്ലാണ്ടുള്ള നമ്മൾ ഗ്രോസറി സാധനങ്ങൾ മേടിക്കൽ, ഇത് പെട്രോൾ അടിക്കൽ എല്ലാം ക്രെഡിറ്റ് കാർഡാക്കി. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ $1 സ്പെൻഡ് ചെയ്യുമ്പോൾ 1.25 വെലോസിറ്റി പോയിന്റ്സ് നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോയിനിങ് ബോണസ് ഈ 140K കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു ബൂസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോരോ ഡോളർ വെച്ച് $1 1.25 വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറുന്ന ഒരു സ്പീഡ് കുറച്ച് കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സൂപ്പർ സ്പെൻഡർ ആയിരിക്കണം. നമുക്ക് അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത് കയറി പോയിന്റ്സ് കുറവാണ്. അപ്പോൾ എനിവേ എന്തായാലും വർഷം അവസാനമൊക്കെ ആവാറായപ്പോഴത്തേനും എൻ്റെ കാർഡിൽ ഒരു 170K അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അശ്വിൻ്റെ കാർഡിനകത്ത് ഒരു 180K എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,80,000 പോയിന്റ്സ്. എൻ്റെ കയ്യിനകത്ത് 1,70,000 പോയിന്റ്സ്. അത്ര ഇത് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഈ കാർഡിനകത്ത് ഈ ഫ്ലൈറ്റ്സ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിനകത്ത് വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബെനിഫിറ്റ്സ് എല്ലാം വായിച്ചിട്ടാണ് നമ്മൾ ഈ കാർഡ് എടുത്തത്. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന കാർഡാണ് എടുക്കേണ്ടത് എന്ന് എങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് ഹാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ പോയിന്റ് ഹാക്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്, അതിങ്ങനെ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിൽ ഓരോരോ ബാങ്ക്സ് ഓരോരോ ഓഫർ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അത് നമുക്കിപ്പോഴും എല്ലാ ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പോയിന്റ് ഹാക്സ്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫേഴ്സ് കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡ്സ് കാണും. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു വർഷം മുന്നേ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ അമെക്സിൻ്റെ ഇത്. അന്ന് ബാക്കി ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പോയിന്റ്സും ബെനിഫിറ്റും ഈ കാർഡിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഈ കാർഡിനകത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ഷോപ്പ് ചെയ്യാം, എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. 2 അല്ല 3 ആട്ടോ ആക്ച്വലി. അത് 3 ലൗഞ്ച് ആക്സസ്, എയർപോർട്ട് ലൗഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 കാർഡ് ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് 3, അശ്വിന് 3, അങ്ങനെ അത്രയും സ്ലോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുക, പോയിന്റ്സ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാവൽ ഇൻഷുറൻസ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഇൻബിൽറ്റ് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വേറൊരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കണ്ട. അപ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസ് അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് എടുത്തില്ല. ഞങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിനകത്ത് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയ സ്ഥലത്തെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു $200 2 പേർക്കും കൂടെ ആവും. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട വന്നില്ല. ഞങ്ങൾ ഇത് തന്നെയാണല്ലോ യൂസ് ചെയ്തത്. അതാണ് 3ാമത്തെ ബെനിഫിറ്റ്. പിന്നെ 4ാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ്. അപ്പോൾ ഒരു കാർഡിനകത്ത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് 2 പേർക്കും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഫ്രീ ആയി. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കെപ്പോഴും ഞങ്ങൾ ബ്രിസ്ബന് പോയായിരുന്നു. ബ്രിസ്ബന് നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതും ഫ്രീ ആയിട്ട് നമുക്ക് പോയി. അപ്പോൾ അതാണ് 4ാമത്തെ ബെനിഫിറ്റ്. പിന്നെ ഇതിനകത്ത് വേറെ കുറേ ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ ഇവരുടെ ഈ അമെക്സിൻ്റെ ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒത്തിരി ഇപ്പോൾ ഇന്ന കടയിൽ 10% ഓഫ്, അല്ലെങ്കിൽ ഇപ്പോൾ നൈക്കിയിൽ 15% ഓഫ്, അങ്ങനെ അല്ലെങ്കിൽ പെർഫ്യൂം മേടിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് പെർഫ്യൂം മേടിക്കുമ്പോൾ അവിടെ 5% അല്ലെങ്കിൽ 10% ഓഫ്. അപ്പോൾ നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ
അവർ ആ ഡിസ്കൗണ്ടും കൂടെ ഇടും. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ആഴ്ചയ്ക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെ ഓഫർ വരും. അത് ഞങ്ങൾ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരു വട്ടം മാത്രം അശ്വിൻ എന്തോ ഒരു പെർഫ്യൂം മേടിച്ചപ്പോൾ ഒരു 10% ഓഫ് കിട്ടി. പക്ഷെ അതും നോക്കി മേടിക്കുകയാണെങ്കിൽ അവിടെയും ലാഭമുണ്ട്. അപ്പോൾ അതാണ് ഒരു 5ാമത്തെ ഒരു ബെനിഫിറ്റ്. ഇത് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾക്ക് അറിയുന്നതും വലിയ പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് ഈ 5 ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ് ഈ 5 ബെനിഫിറ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലാണ് ചാർജ്, ആനുവൽ ചാർജ് കൂടുതലാണെങ്കിലും ഇത്രയും പോയിന്റ്സും ഇത്രയും ബെനിഫിറ്റും ഉള്ളതുകൊണ്ട് അത് നമ്മളിത് സ്പെൻഡ് ചെയ്താലും അതിൽ കൂടുതൽ ഇതിൽ നിന്ന് നമ്മൾ ബെനിഫിറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് യൂസ് ചെയ്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായത്. വേറെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്, ഒന്ന് 2 ബെനിഫിറ്റും കൂടെ ഉണ്ട്. നമുക്ക് ഈ വെലോസിറ്റി പോയിന്റ്സ് വെച്ചിട്ട് കാർ ബുക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റൽ കാർസ്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഗോഗെറ്റ് കുറച്ച് പോപ്പുലറാണ്. അപ്പോൾ ഗോഗെറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതൊക്കെയോ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. വെലോസിറ്റിയുടെ വെബ്സൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ വെർജിൻ ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിനകത്ത് വെലോസിറ്റിയുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ റെൻ്റൽ കാറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കാറുകൾ ബുക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങൾ യൂറോപ്പിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ കാർ എടുത്തു. ഞാൻ ഇവിടുത്തെ വെലോസിറ്റി പോയിന്റ്സ് വെച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. കാരണം അത് യൂറോപ്പ് ആയതുകൊണ്ടാണ്. കാറ് ബുക്ക് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പറ്റും. അത് ഞാൻ നോക്കി. ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിലാണ് ഒരു ട്രിപ്പ് പോകുന്നതെങ്കിൽ അവിടെ ഒരു കാർ ബുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വെലോസിറ്റി പോയിന്റ്സ് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെലോസിറ്റി പോയിന്റ്സ് വെച്ചിട്ട് ചില അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്ന സൈറ്റ്സിൽ വെലോസിറ്റി പോയിന്റ്സ് അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു അഗോഡയാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അതേപോലെ നമ്മൾ പാരീസിലൊരു 8 ദിവസം ഉണ്ടായിരുന്നു, 8-9 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് 2 ഹോട്ടൽ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഹോട്ടലിൽ അതിൻ്റെ പാർഷ്യൽ പേയ്മെൻറ്റ് പാർഷ്യലല്ല, പാർഷ്യലാണ്, പക്ഷേ ഓൾമോസ്റ്റ് ഒരു 85% ഞങ്ങൾ വെലോസിറ്റി പോയിന്റ്സ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങും പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബുക്ക് ചെയ്ത്, ഈ ഫ്ലൈറ്റ് എങ്ങനെ ബുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെലോസിറ്റിയുടെ ആപ്പിനകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ട്രിപ്പെന്നോ അങ്ങനെ എന്തോ ഒരു ഇതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. അപ്പോൾ ട്രിപ്പ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1,00,000 പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുന്ന അവരതിനകത്ത് കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ എനിക്ക് അധികം പോയിന്റ്സ് ഇല്ല, എനിക്കൊരു 20,000 പോയിന്റ്സേ ഉള്ളൂ. എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് എവിടെയാണ് പോകാൻ പറ്റുന്നതെന്ന് അതിനകത്ത് കാണും. അപ്പം ഞങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി ഏതൊക്കെ കൺട്രീസിലാണ് നമുക്ക് ഏറ്റവും കുറവ് കാശ് മുടക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കുറവ് കാശ് മുടക്കിയിട്ട് പോകാൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ നോക്കി. ശരിക്കും ഗ്ലോബ് എടുത്ത് വെച്ചിട്ട് നോക്കുന്ന പോലെ തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ പോയിന്റ്സ് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാശ് നമ്മൾ അടച്ചാൽ മതി കയ്യിൽ നിന്ന്. അങ്ങനെ അപ്പോൾ ഏറ്റവും ഒത്തിരി പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറവ് കാശ് അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് നമ്മുടെ പോയിന്റ്സ് എല്ലാം കൊടുത്തു. 2 പേരുടെ കാർഡിലെയും പോയിന്റ്സ് കൊടുത്തു. അങ്ങനെ എന്നിട്ട് ബാക്കി വന്ന കാശാണ് വെറും $150 ഞങ്ങൾക്ക് അതുകൊണ്ട് അടയ്ക്കേണ്ട വന്നുള്ളൂ. അപ്പോൾ ഈ വെലോസിറ്റിയുടെ ഈ വെബ്സൈറ്റിനകത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് നോക്കുക. അപ്പോൾ ആദ്യം ഞങ്ങൾ നോക്കിയത് ജപ്പാനാണ് നോക്കിയത്. അപ്പോൾ ജപ്പാനിലേക്ക് ഞങ്ങളുടെ പോയിന്റ്സ് മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ബുക്ക് ചെയ്യായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഏപ്രിലാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. നമ്മളൊരു ഫെബ്രുവരിയിലൊക്കെയാണ് നോക്കുന്നത്. ഫെബ്രുവരിയിലോ അത് ജനുവരി എൻഡിലെങ്ങാണ്ട് നോക്കുന്നത്. അപ്പോഴത്തേനും എല്ലാവരും ബുക്ക് ചെയ്ത് തുടങ്ങുന്ന സമയമായി. അപ്പോഴത്തേനും ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോയിന്റ്സ് മതിയായില്ല. അപ്പോൾ ഞങ്ങൾക്ക് ജപ്പാൻ അങ്ങനെ പോകാൻ പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് ജപ്പാനിൽ സ്പ്രിംഗ് സീസൺ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഒത്തിരി ടൂറിസ്റ്റ് വരുന്ന സമയമാണ്. ഞങ്ങൾക്ക് ജപ്പാൻ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വേറെ നോക്കി. ഇത്രയും പോയിന്റ്സ് ഉണ്ട് ഞങ്ങളുടെ ഇത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും മിനിമലായിട്ട് നമുക്ക് കാശ് മുടക്കിയിട്ട് എങ്ങോട്ട് ഫ്ലൈറ്റ് കിട്ടും. അങ്ങനെ നോക്കി നിന്ന് കുറേ കോമ്പിനേഷൻ ആൻഡ് പെർമിറ്റേഷൻ നോക്കേണ്ടി വരും. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം 2 പേരും ഇരുന്നൊരു ലാപ്ടോപ്പ് എടുത്ത് വെച്ചിരുന്ന് ഓരോരോന്ന് നോക്കി ഫുൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ അവസാനം നോക്കി വന്നപ്പോഴത്തേനും പാരീസ് കണ്ടു. ഞങ്ങൾ ആദ്യം ഞങ്ങൾ പാരീസിലോട്ട് ബുക്ക് ചെയ്തിട്ട് പിന്നെ ആംസ്റ്റർഡാമിന് തിരിച്ച് ഇങ്ങോട്ട് പോരാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിന് ടിക്കറ്റ് പ്രൈസ് കൂടുതലാണ്. പക്ഷേ പാരീസ് എപ്പോഴും ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ കുറച്ചും കൂടെ ചീപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാരീസിലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് സിഡ്നി ടു പാരീസ്, പാരീസ് ടു സിഡ്നി, അതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അതെല്ലാം ഈ വെബ്സൈറ്റിനകത്തുണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.
നമ്മളന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പെർമിറ്റേഷൻസ് കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് ഇവിടുന്ന് ഓക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൊടുത്തു, ഇനി എത്ര പോയിന്റ്സും കൂടെ വേണം, അല്ലെങ്കിൽ എത്ര കാശും കൂടി ഇടണം, അങ്ങനെ കുറേ നേരം നമ്മൾ തല പുകഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിലും കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നതല്ല, ഇത് ഈസി ആയിരുന്നു. കാരണം വെറും $150 കൊണ്ട് നമുക്ക് ഇവിടം വരെ 2 പേർക്കുള്ള ടിക്കറ്റ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് പോയിട്ട് വന്ന പോലെ തന്നെയാണല്ലോ. അപ്പോൾ നല്ലൊരു ഹാക്കായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 വർഷമാണ് ഈ ബെനിഫിറ്റ്സ് ഉള്ളത്. അടുത്ത വർഷം ഇത്രയും ബെനിഫിറ്റ്സ് ഇല്ല. ആകപ്പാടെ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, ഫ്രീ ആയിട്ടുണ്ട്. അതാണ് ഈ അമെക്സിൻ്റെ ഓസ്ട്രേലിയയിലെ അമെക്സ് വെലോസിറ്റി പ്ലാറ്റിനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാർഡ് നമ്മളത് ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേയ്മെൻറ്റ്സും അടച്ച് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ പോയിന്റ് ഹാക്സ് വെച്ചിട്ട് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് ശരിയാണ്, കുറച്ചിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് ഇത്രയും ബെനിഫിറ്റ് നോക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ടിരുന്ന് ക്യാൻസൽ ചെയ്യണം, കറക്റ്റ് സമയത്ത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷത്തെ ആനുവൽ ഫീ പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം, അത് കുറച്ച് നന്നായി ട്രാക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അങ്ങനെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇത്രയും നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഇത്രയും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണിത്. അല്ലാണ്ട് നമ്മൾ ഭയങ്കര റെക്ലെസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ദോഷം ചെയ്യുന്ന ഒരു സാധനം വേറെയില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് എല്ലാ മന്തും ഫുൾ എമൗണ്ട് തന്നെ അടയ്ക്കാൻ നോക്കുക. ഇനിയല്ല EMI ആക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് കറക്റ്റായിട്ട് EMI എത്ര വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അടയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് എല്ലാ മാസവും ഇവരുടെ ഡേറ്റ് കടന്നു പോകാണ്ട് അതിന് മുന്നോ അല്ലെങ്കിൽ അന്ന് തന്നെ അടച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇത് നേരെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന് പണി കിട്ടും. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പറ്റുകയാണെങ്കിൽ ഓട്ടോ ഡിഡക്റ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതിരുന്ന് ആലോചിച്ച് ഇന്ന് അടയ്ക്കണമല്ലോ എന്നിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാന്നുകൊണ്ട് മാനുവലായിട്ടാണെങ്കിലും മാനുവലായി ചെയ്താലും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സമാധാനമുണ്ട്. ഞാനൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആളല്ല ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനത്തെ ബെനിഫിറ്റും കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ പഠിച്ച് വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ച് സമാധാനമുള്ളത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ അതിലും വലിയൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രോഡ് പ്രൊട്ടക്ഷനൊക്കെ കൂടുതൽ ക്രെഡിറ്റ് കാർഡിനകത്താണ്. ഇപ്പം നമ്മുടെ കാർഡ് ഒരു ഫ്രോഡുലൻ്റ് ആക്ടിൽ എങ്ങനെ പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കുറേ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡിനേക്കാളും കുറച്ചും കൂടെ ഫ്രോഡ് പ്രൊട്ടക്ഷൻ്റെ പോളിസി നല്ലത് ക്രെഡിറ്റ് കാർഡിനാണ്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചും കൂടി ഡെബിറ്റ് കാർഡ് മാറിയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ കൂടുതൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ്സ് നമുക്ക് കുറച്ചും കൂടി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ പോയിന്റ്സ് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. നമ്മളല്ലാണ്ട് വെറുതെ വെറുതെ ഡെബിറ്റ് കാർഡിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഇനി അടുത്ത കാർഡ് ഏതാണ് എടുക്കേണ്ടത്, ഇന്ത്യയിലും ഇങ്ങനെ എന്തെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും, പോയിന്റ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എംഎക്സിൻ്റെ തന്നെ അവിടെയും ഓരോരോ ഓഫേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഓഫേഴ്സ് നോക്കി അതനുസരിച്ച് കാർഡ് എടുത്ത് അവരുടെ ഇപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ ഇത്രയും സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ആയിട്ട് സാധനം കിട്ടും. പിന്നെ നമുക്കത് ബെനിഫിറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത കാർഡ് എടുക്കാൻ ഉള്ളവർ ഈ പോയിന്റ് ഹാക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇനി അടുത്ത എന്തെങ്കിലും കാർഡിൽ ഒത്തിരി ഓഫർ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഇത് നമ്മൾ നോക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്. ഇപ്പം നാബിന് എന്തോ ഒരു ഓഫറുണ്ട്. ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ നാബിന് ഒരു ഓഫറുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. സിറ്റി ബാങ്കിനുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ പക്ഷെ അത് നമുക്ക് ഏതാണോ പറ്റുന്നത്, നമുക്ക് ഏതാണ് അച്ചീവബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ആ പോയിന്റ് ഹാക്സ് എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വെറും $150 കൊണ്ട് ഇവിടുന്ന് യൂറോപ്പ് വരെ പോയിട്ട്, അത് 2 പേര് ഫ്രീ ആയിട്ട് പോയിട്ട് വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയത്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാണാത്തവർ അല്ലെങ്കിൽ ഉപകാരം ആവുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം.
കമൻസ് എഴുതിയിടണം. ഞാൻ എല്ലാ കമൻറ്റും വായിക്കുന്നതാണ്. എനിക്കങ്ങനെ ഒത്തിരി കമൻസ് ഒന്നും വരാത്ത ഒരാളാണ്. ചില വീഡിയോസൊക്കെ ചിലർ ഒത്തിരി കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെയാണ് ഞാനത് ഭയങ്കര കാര്യമായിട്ടായിരുന്നു കാണുന്നത്. എനിക്ക് ഈ ഒരു ചാനലിനകത്ത് ഇപ്പോൾ ഒരു 1400 എത്രയോ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ 1400 അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സിന്. പക്ഷേ ഇത് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഈ 1400 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് അത് 2 ആകുമ്പോഴും അവിടുന്ന് 3 ആകുമ്പോഴും 4 ആകുമ്പോഴും അല്ലെങ്കിൽ ഒരു 800 സബ്സ്ക്രൈബ് ചെയ്യുന്ന 801 ആകുമ്പോഴൊക്കെ ഞാനെല്ലാം ഇങ്ങനെ എൻ്റെ ഇതിനകത്ത് ഞാൻ ഇരുന്ന് നോക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾ കയറി, ഇപ്പോൾ ഒരാൾ കൂടി, അങ്ങനെ ഇരുന്ന് നോക്കും. ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഈ 1400 പേര് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് എഴുതുമ്പോഴൊക്കെ ഞാനിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉപകാരമായോന്നോ ഇല്ലെങ്കിലോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം കമൻറ്റ് സെക്ഷനിൽ വാ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എനിക്കിതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്കിതിനകത്ത് ഓൾമോസ്റ്റ് 65% മുകളിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അത് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കോഫിനെ കൊണ്ട് കടുപ്പിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എനിക്കത് വലിയ ഉപകാരവും എനിക്ക് ഒത്തിരി സന്തോഷമാണത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമൻറ്റ് സെക്ഷനിൽ വന്ന് വർത്താനം പറയുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ പറയാൻ എനിക്ക് ആദ്യമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചു വരുന്നു. ഞാനിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 65% എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ എനിക്കൊത്തിരി സന്തോഷമാവും, എനിക്ക് വലിയൊരു ഉപകാരമാവും. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊന്നുമില്ല. വേറെ ഈ വീഡിയോയ്ക്കകത്ത് ഇനി ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അതിന് മുന്നേ ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്പിൻ്റെ വ്ളോഗുണ്ട്. എനിക്കറിയാം കുറച്ച് കൂടുതലാണ്, ലെങ്ത് കൂടുതലാണ് ഇപ്പോൾ വരുന്ന വീഡിയോസിന്. പക്ഷെ അതെനിക്ക് കട്ട് ചെയ്ത് ഷോർട്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി അടുത്ത ഇത് ബെൽജിയത്തിൻ്റെ വ്ളോഗാണ്. അടിപൊളി വ്ളോഗാണ്, എല്ലാവരും കാണണം. അപ്പോൾ ഇനി മറ്റൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.